പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രതിരോധ കരാറിനെക്കുറിച്ച് ഇന്ത്യ എത്രത്തോളം ജാഗ്രത പാലിക്കണം? ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കാമെന്ന് പറയുന്ന നാറ്റോ പോലുള്ള ഒരു വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന ഒരു പരസ്പര പ്രതിരോധ കരാറിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും ഒപ്പുവെച്ചു. ഈ കരാറിൽ മറ്റെന്തൊക്കെയാണ് ഉള്ളത്? ഇന്ത്യ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സൗദി അറേബ്യ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ. ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുമെന്ന് കരാറിലെ വ്യവസ്ഥ പറയുന്നു. ഇത് നാറ്റോ പോലുള്ള ഒരു കരാർ വ്യവസ്ഥയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ ദേശീയ സുരക്ഷയ്ക്കും പ്രാദേശിക ആഗോള സ്ഥിരതയ്ക്കും ഈ കരാറിന്റെ പ്രത്യാഘാതങ്ങൾ പഠിക്കുമെന്ന് ഇന്ത്യ പറയുന്നു. കഴിഞ്ഞയാഴ്ച ഖത്തറിൽ ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ദോഹയിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ OIC നടത്തിയ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഷെരീഫ് പങ്കെടുത്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണിത്. ഗാസയിൽ വെടിനിർത്തൽ നിർദ്ദേശത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ ദോഹ ആക്രമണം. മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിരവധി ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവ വികാസം. ഏപ്രിൽ 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായാണ് ഇന്ത്യ അങ്ങനെ ചെയ്തത്. എന്നാൽ പ്രതിരോധ കരാറിനെ കുറിച്ച് നമുക്ക് എന്തറിയാം? പാകിസ്ഥാൻ സൗദി സൈന്യങ്ങൾ ഇന്ത്യക്കെതിരെ എങ്ങനെ അണിനിരക്കും? സൗദികളുമായുള്ള ഇന്ത്യയുടെ ബന്ധം അത്രമാത്രം നല്ലതാണ്. അപ്പോൾ പിന്നെ പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയെ എതിർക്കാൻ സൗദി അറേബ്യ ഒരുങ്ങുമോ? പാകിസ്ഥാൻ സൗദി പ്രതിരോധ കരാർ തന്ത്രപരമായ പരസ്പര പ്രതിരോധ കരാർ എന്നാണ് ഈ കരാർ അറിയപ്പെടുന്നത്. റിയാദിൽ വെച്ച് ഷെരീഫും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും തമ്മിൽ നടന്ന ചർച്ചകളെ തുടർന്നാണ് ഇത് ഒപ്പുവെച്ചത്. കിരീടാവകാശിയുടെ ക്ഷണപ്രകാരം ഷെരീഫ് സൗദി അറേബ്യയിലേക്ക് പോയിരുന്നു. രാജ്യത്തെ ഏറ്റവും ശക്തനായ വ്യക്തിയായി കണക്കാക്കപ്പെടുന്ന പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറും സന്നിഹിതനായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും തന്ത്രപരവുമായ ബന്ധങ്ങളും പൊതു താൽപ്പര്യങ്ങളുള്ള നിരവധി വിഷയങ്ങളും ഇരു വിഭാഗവും അവലോകനം ചെയ്തുവെന്ന് പാകിസ്ഥാനും സൗദി അറേബ്യയും ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏകദേശം 8 പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന ചരിത്രപരമായ പങ്കാളിത്തം ഈ കരാർ വിപുലീകരിക്കുന്നുവെന്ന് അതിൽ പറയുന്നു. ഇത് സാഹോദര്യത്തിൻ്റെയും ഇസ്ലാമിക ഐക്യദാർഢ്യത്തിൻ്റെയും ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുപോലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കിട്ട നയതന്ത്രപരമായ താൽപ്പര്യങ്ങളും അടുത്ത പ്രതിരോധ സഹകരണവും അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് അതിൽ പറയുന്നു. മേഖലയിലും ലോകത്തും സുരക്ഷയും സമാധാനവും കൈവരിക്കുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇരു രാജ്യങ്ങളുടെയും പങ്കിട്ട പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്ന ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിൻ്റെ വശങ്ങൾ വികസിപ്പിക്കുന്നതിനും ഏതെങ്കിലും ആക്രമണത്തിനെതിരെ സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിടുന്നു. രണ്ട് രാജ്യങ്ങൾക്കുമെതിരായ ഏതൊരാക്രമണവും ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുമെന്ന് കരാർ പറയുന്നു. പാകിസ്ഥാനുമായുള്ള പ്രതിരോധ കരാറിന് സമീപകാല സംഭവങ്ങളുമായി ബന്ധമുണ്ടെന്ന വാദം സൗദി അറേബ്യ നിഷേധിച്ചു. 12 വർഷങ്ങളായുള്ള ചർച്ചകളുടെ പരിസമാപ്തിയാണ് ഈ കരാർ. പ്രത്യേക രാജ്യങ്ങളോടോ പ്രത്യേക സംഭവങ്ങളോടോ ഉള്ള പ്രതികരണമല്ല ഇത്, മറിച്ച് നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാലവും ആഴത്തിലുള്ളതുമായ സഹകരണത്തിൻ്റെ പരിണിത ഫലമാണിതെന്ന് ഒരു മുതിർന്ന സൗദി ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഔപചാരികമായ ഒരു ഉടമ്പടിയില്ലാതെ ഇരു രാജ്യങ്ങളും പതിറ്റാണ്ടുകളായി സുരക്ഷാ പങ്കാളികളായി തുടരുന്നു എന്നതാണ് സത്യം. 1967 മുതൽ പാകിസ്ഥാൻ 8200-ലധികം സൗദി സൈനികർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും പതിവായി സംയുക്ത അഭ്യാസങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്ലാമാബാദിലേക്ക് എണ്ണയും സാമ്പത്തിക സഹായവും നൽകുന്ന ഒരു പ്രധാന വിതരണക്കാരനാണ് സൗദി അറേബ്യ. അവരുടെ സൈന്യം ഇന്ത്യക്കെതിരെ എങ്ങനെ അണിനിരക്കും? ആദ്യം 3 രാജ്യങ്ങളുടെയും പ്രതിരോധ ബജറ്റുകൾ നമുക്ക് നോക്കാം. $78.3 ബില്യൺ, അതായത് $6.89 ലക്ഷം കോടി രൂപ വരുന്ന സൗദി അറേബ്യയുടെ പ്രതിരോധ ബഡ്ജറ്റ് ഇന്ത്യയുടെ $78.3 ബില്യൺ, അതായത് $6.9 ലക്ഷം കോടി രൂപ ബഡ്ജറ്റിന് ഏതാണ്ട് തുല്യമാണ്. മറുവശത്ത് പാകിസ്ഥാന് വെറും $9 ബില്യൺ എന്ന താരതമ്യേന തുച്ഛമായ പ്രതിരോധ ബഡ്ജറ്റാണ് ഉള്ളത്, അതായത് 79,300 കോടി രൂപ. സൗദി അറേബ്യ തങ്ങളുടെ GDPയുടെ ഏകദേശം 7%, പാകിസ്ഥാൻ ഏകദേശം 3.8%,
ഇന്ത്യ ഏകദേശം 1.9% പ്രതിരോധത്തിനായി ചിലവഴിക്കുന്നു. 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച് സൗദി അറേബ്യ ആഗോളതലത്തിൽ 24-ാം സ്ഥാനത്തും പാകിസ്ഥാൻ 12-ാം സ്ഥാനത്തുമാണ്. 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. അതായത് ഇവരെക്കാളൊക്കെ വളരെ മുന്നിൽ. സൈന്യത്തിൻ്റെ കാര്യത്തിൽ സൗദി അറേബ്യയിൽ വെറും 2,57,000 സജീവ സൈനികർ മാത്രമേ ഉള്ളൂ. പാകിസ്ഥാന് 6,54,000 സജീവ സൈനികരും ഇന്ത്യക്ക് 1.4 ദശലക്ഷം സജീവ സൈനികരുമുണ്ട്. സൗദി അറേബ്യയ്ക്ക് റിസർവ് ഉദ്യോഗസ്ഥരില്ലെങ്കിലും പാകിസ്ഥാനിൽ ഏകദേശം 5,50,000 റിസർവ് ഉദ്യോഗസ്ഥരുണ്ട്. ഇന്ത്യക്ക് 1.15 ദശലക്ഷം കരുതൽ ശേഖരമുണ്ട്. സൗദി അറേബ്യയിൽ 1,50,000 അർദ്ധസൈനികരും പാകിസ്ഥാനിൽ ഏകദേശം 2,91,000 അർദ്ധസൈനികരുമാണുള്ളത്. 2.5 ദശലക്ഷം വരുന്ന അർദ്ധസൈനിക സേനയുമായി ഇന്ത്യ ഈ രണ്ട് രാജ്യങ്ങളെയും കവച്ചു വയ്ക്കുന്നു. എന്നിരുന്നാലും ഈ കണക്കുകൾ ഇന്ത്യയിലെ 1.4 ബില്യൺ ജനസംഖ്യയുടെയും പാകിസ്ഥാനിലെ 252 ദശലക്ഷത്തിൻ്റെയും സൗദി അറേബ്യയിലെ വെറും 36 ദശലക്ഷത്തിൻ്റെയും പശ്ചാത്തലത്തിൽ വെക്കണം. സൗദി അറേബ്യയ്ക്ക് ഏകദേശം 283 യുദ്ധവിമാനങ്ങളും പാകിസ്ഥാന് ഏകദേശം 328 യുദ്ധവിമാനങ്ങളും ഇന്ത്യക്ക് ഏകദേശം 513 യുദ്ധവിമാനങ്ങളുമുണ്ട്. എന്നിരുന്നാലും ഇന്ത്യൻ വ്യോമസേനയുടെ കാര്യത്തിൽ എണ്ണം കുറയുന്നതിനെക്കുറിച്ചും സ്ക്വാഡ്രണുകൾ കുറയുന്നതിനെക്കുറിച്ചും ഉള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. പാകിസ്ഥാൻ്റെയും ചൈനയുടെയും വ്യോമസേനകൾ സംയോജിപ്പിച്ച് ഇന്ത്യൻ വ്യോമസേനയെ എളുപ്പത്തിൽ മറികടക്കുന്നതിനെക്കുറിച്ചും വിദഗ്ധർ ആശങ്കകൾ ഉയർത്തുന്നു. പാകിസ്ഥാനാകട്ടെ വ്യോമസേനയുടെ നവീകരണ പരിപാടിയിലും ഏർപ്പെടുന്നു. സൗദി അറേബ്യയ്ക്ക് ഏകദേശം 840 മെയിൻ ബാറ്റിൽ ടാങ്കുകളും 780 ലഘു കവചിത വാഹനങ്ങളും ഏകദേശം 1423 കവചിത സൈനിക വാഹകരുമുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ പാകിസ്ഥാൻ ഏകദേശം 2627 ടാങ്കുകളും ഇന്ത്യക്ക് ഏകദേശം 4200 മെയിൻ ബാറ്റിൽ ടാങ്കുകളുമുണ്ട്. ഇന്ത്യക്ക് 2 വിമാനവാഹിനി കപ്പലുകളുണ്ട്, INS വിക്രാന്തും INS വിക്രമാദിത്യയും. എന്നാൽ സൗദി അറേബ്യയ്ക്കും പാകിസ്ഥാനും ഇതില്ല. ഇന്ത്യക്കും പാകിസ്ഥാനും ആണവായുധങ്ങളുണ്ടെന്നതും സൗദി അറേബ്യയ്ക്ക് ആണവായുധങ്ങളില്ല എന്നതും പരാമർശിക്കേണ്ടതാണ്. വാസ്തവത്തിൽ ആണവായുധങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ഏക ഇസ്ലാമിക രാജ്യം പാകിസ്ഥാൻ തന്നെയാണ്. സൗദിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഇന്ത്യയും സൗദി അറേബ്യയും ആദ്യമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത് 1947 അന്ന് മുതൽ ഇരു രാജ്യങ്ങളും സൗഹാർദ്ദപരവുമായ ബന്ധമാണ് പങ്കിടുന്നത്. 2006 അബ്ദുള്ള രാജാവിൻ്റെ ഇന്ത്യ സന്ദർശനം ചരിത്രപരമായ ഒരു വഴിത്തിരിവായിരുന്നു. 2010 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് റിയാദ് സന്ദർശിച്ചപ്പോൾ ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർന്നു. 2014 അധികാരമേറ്റതിനു ശേഷം പ്രധാനമന്ത്രി മോദി 3 തവണ സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുണ്ട്. അത് 2016 2019 2025 ആ രാജ്യത്തേക്കുള്ള ആദ്യ യാത്രയിൽ മോദിക്ക് സൗദി അറേബ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കിങ് അബ്ദുൽ അസീസ് ഷാഷ് ലഭിച്ചു. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ 2019 ഇന്ത്യ സന്ദർശിച്ചു. ഈ സന്ദർശന വേളയിൽ രാജ്യം ഇന്ത്യയിൽ $100 ബില്യൺ അതായത് 8.81 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും 6 ഡസൻ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യ സൗദി അറേബ്യയുടെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ്. അതേസമയം റിയാദ് ന്യൂഡൽഹിയുടെ 5ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം $42.98 ബില്യൺ ആയിരുന്നു. ഇന്ത്യൻ കയറ്റുമതി $11.56 ബില്യൺ ഇറക്കുമതി $31.42 ബില്യൺ സമീപ വർഷങ്ങളിൽ പ്രതിരോധ പങ്കാളിത്തം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂഡൽഹിയും റിയാദും ഇതുവരെ അൽ മുഹമ്മദ് അൽ ഹിന്ദി എന്ന പേരിൽ 2 ഉഭയകക്ഷി നാവിക അഭ്യാസങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യത്തെ സംയുക്ത കരസേന അഭ്യാസം സദാ തൻസീഖ് 1 2024 ഫെബ്രുവരിയിലാണ് നടന്നത്. അതേ മാസം തന്നെ മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ് സൗദി അറേബ്യയുമായി $225 മില്യൺ പ്രതിരോധ കയറ്റുമതി ഒപ്പുവെച്ചു. ഇന്ത്യയുമായുള്ള ബന്ധം സന്തുലിതമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തങ്ങളുടെ രാജ്യത്തിന് എപ്പോഴും ബോധ്യമുണ്ടെന്ന് സൗദി അറേബ്യൻ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇന്ത്യയുമായുള്ള ഞങ്ങളുടെ ബന്ധം ഇതുവരെയുള്ളതിനേക്കാൾ ശക്തമാണ്. ഈ ബന്ധം വളർത്തിയെടുക്കുന്നത് ഞങ്ങൾ തുടരുകയും കഴിയുന്ന വിധത്തിൽ പ്രാദേശിക സമാധാനത്തിന് സംഭാവന നൽകാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഈ വർഷം ആദ്യം മോദിയുടെ
സന്ദർശന വേളയിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചിരുന്നു. ഒരു തരത്തിലുള്ള ഭീകരപ്രവർത്തനത്തിനും ന്യായീകരണമില്ല എന്ന് ഇരുപക്ഷവും സമ്മതിച്ചതായി സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷം സൗദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ആദേൽ അൽ ജുബൈറിനെ ഇന്ത്യയിലേക്ക് അയച്ചു. കരാർ പ്രകാരം സൗദി അറേബ്യയ്ക്ക് ആണവായുധ സഹായം നൽകാൻ അല്ലെങ്കിൽ ആണവായുധ പരിരക്ഷ നൽകാൻ പാകിസ്ഥാൻ ബാധ്യസ്ഥനാണോ എന്ന ചോദ്യത്തിന് എല്ലാ സൈനിക മാർഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര പ്രതിരോധ കരാറാണിതെന്ന് ഉദ്യോഗസ്ഥൻ മറുപടി നൽകി. ഭീകരപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഇനി ആണവ ഭീഷണി നേരിടില്ലെന്നും രാജ്യത്തിലെയും രാജ്യത്തിന് പുറത്തു നിന്നുമുള്ള ശത്രുക്കൾക്കെതിരെ ഒരു വേർതിരിവും കാണിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിജ്ഞയെടുത്തു. എന്നിരുന്നാലും ന്യൂഡൽഹിയും റിയാദും തമ്മിലുള്ള വളർന്നു വരുന്ന ബന്ധം കണക്കിലെടുക്കുമ്പോൾ ഈ കരാറിനെക്കുറിച്ച് ഇന്ത്യ ആശങ്കപ്പെടേണ്ടതില്ല. പ്രത്യാഘാതങ്ങൾ പഠിക്കുമെന്ന് ഇന്ത്യ പറയുന്നു. ദേശീയ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനും എല്ലാ മേഖലകളിലും സമഗ്രമായ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇന്ത്യ അറിയിച്ചു. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ തന്ത്രപരമായ പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതായ റിപ്പോർട്ടുകൾ ഞങ്ങൾ കണ്ടു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല കരാറിനെ ഔപചാരികമാക്കുന്ന ഈ വികസനം പരിഗണനയിലാണെന്ന് സർക്കാരിന് അറിയാമായിരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നമ്മുടെ ദേശീയ സുരക്ഷയ്ക്കും പ്രാദേശിക ആഗോള സ്ഥിരതയ്ക്കും ഈ കരാർ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഞങ്ങൾ പഠിക്കും. ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും എല്ലാ മേഖലകളിലും സമഗ്രമായ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.